പേരാമ്പ്ര സംഘർഷത്തിന്റെ ഒരു കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ DCC പുറത്തുവിട്ടിരിക്കുകയാണ്. പോലീസും CPM പ്രവർത്തകരും ഒക്കെ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു സ്ഫോടക വസ്തു വരുന്നതായിട്ടാണ് DCC അതിൽ അവകാശപ്പെടുന്നത്. മറ്റൊന്ന് DYSP ഹരിപ്രസാദിന്റെ കയ്യിൽ ഗ്രനേഡും ലാത്തിയും പിടിച്ചു നിൽക്കുന്നതിന്റെ ദൃശ്യവുമാണ്. ഇന്നാണ് ഞങ്ങൾ യഥാർത്ഥ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. കോൺഗ്രസും UDF-ഉം സ്ഫോടക വസ്തു എന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ ആ ദൃശ്യം പുറത്തുവിട്ടിരിക്കുന്നു. പോലീസ് തിന്ന ഭാഗത്ത് നിന്നാണ് ഗ്രനേഡ് എറിഞ്ഞതിന് ശേഷം സ്ഫോടക വസ്തു എറിയുന്നതും നിലം പതിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതും. പോലീസ് എന്ന ഭാഗത്തേക്ക് ഒരു 500 മീറ്റർ മുന്നോട്ട് പോകാനാണ് ഞാനും ഷാഫി പറമ്പിൽ MP-യും പേരാമ്പ്ര DYSP സുനിലോട് അഭ്യർത്ഥിച്ചത്. അങ്ങോട്ട് പോയാൽ കലാപമുണ്ടാവും എന്ന് പറഞ്ഞ DYSP പോലീസും CPM-കാരെന്ന ഭാഗത്ത് നിന്നാണ് ഈ സ്ഫോടക വസ്തു വന്നത് എന്നുള്ളത് ഏറെ ഗൗരവകരമാണ്. ആയുധങ്ങളുമായി CPM-കാർ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ DYSP സുനിലിന്റെ വാക്കുകളും ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കണം. മറ്റൊന്ന്, ഇന്നലെയാണ് ഇവിടെ LDF അവരുടെ ബഹുജന പ്രതിഷേധ റാലി നടത്തിയത്. ഷാഫിക്കെതിരെ KC വേണുഗോപാലിനെതിരെയൊക്കെ വലിയ രൂക്ഷമായ വിമർശനങ്ങൾ അതിൽ ഉന്നയിച്ചിരുന്നു. KC വേണുഗോപാൽ ആരാണെന്ന് EP ജനറൽ അറിയണമെങ്കിൽ MA ബേബിയോടും പ്രകാശ്കാരോടും ചോദിച്ചാൽ മതി. പിന്നെ ഷാഫിയുടെ മൂക്ക് പൊട്ടി ഇനിയും പൊട്ടിക്കുന്ന പറഞ്ഞത് EP ജയരാജൻ പിണറായി വിജയന്റെ CP ഇംഗ്ലീഷിലാണ്. പാർട്ടിക്കകത്ത് വെച്ച് അദ്ദേഹത്തിന്റെ കാലും കൈ ഒടിയാതെ നോക്കിക്കോട്ടെ, അത്രേ പറയുന്നുള്ളൂ. ആ ഹർത്താലിലേക്ക് എന്തിനാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്രയും കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത്? 40 വർഷത്തിന് ശേഷം ഒരു കോളേജ് ജയിക്കുക, ആ ജയിച്ചതിന് ആളാത പ്രകടനം നടത്തുക, ആ പ്രകടനത്തെ CPM-ഉം പോലീസും അടിച്ചോടിക്കുക. അതായത് ജനാധിപത്യത്തിൽ ആളാത പ്രകടനം നടത്താനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ അതിനെ പേരാമ്പ്രക്കാർ പ്രതിഷേധിക്കുമ്പോൾ ആ പ്രതിഷേധത്തിൽ പങ്കുചേരാൻ തൊട്ടടുത്ത പഞ്ചായത്തിൽ വന്നാൽ എന്താ തെറ്റ്? കുറെ കാലത്തിന് ശേഷം ഉണ്ടായ ഒരു വിജയമാണ് CKGM കോളേജിൽ. അതേ തുടർന്നാണ് അത്രത്തോളം പ്രവർത്തകരൊക്കെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിയത് എന്നൊരു വിശദീകരണം പ്രവീൺ കുമാർ നൽകുന്നുണ്ട്. അതോടൊപ്പം ഇനിയും ചില ദൃശ്യങ്ങൾ കൂടെ പുറത്തു വിടാനുണ്ട് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.